നമ്മുടെ നാട്ടിൽ ഈ പലപ്പോഴും ഈ വിവാഹം ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയി ഒരുപാട് വിവാഹങ്ങളുണ്ട്. അത് പിന്നീട് അവരെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ പരസ്പരം അവർ പിന്നെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ മുടങ്ങിപ്പോകുന്ന പരിപാടികളുണ്ട്. പക്ഷേ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഈ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് അയാളുടെ സ്വർണവും പണവും എല്ലാം പിടുങ്ങിയതിന് ശേഷം കല്യാണ സമയത്ത് വേർത്തൻ്റെ ആ പെൺകുട്ടി ഒളിച്ചോടി പോകുക എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ പലതും സംഭവിക്കാറുണ്ട്. പണ്ട് ഇത് വ്യാപകമായിരുന്നു കേട്ടോ, വളരെ വ്യാപകമായിരുന്നു. പക്ഷേ ഇപ്പോഴത് കുറവാണ്. പക്ഷേ അങ്ങനെ ഒന്ന് കൊച്ചിയിൽ സംഭവിച്ചതിന് ആ ചെറുപ്പക്കാരൻ, ആ ചതിക്കപ്പെട്ട ചെറുപ്പക്കാരന് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുകയാണ്. നീതി ലഭിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഉം. ഇതിലെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 2024 ഒരു 2024 സെപ്റ്റംബർ 12 ഈ പറഞ്ഞ സംഭവം. വാഴക്കാല സ്വദേശിയായ യുവതിയും ഒരു യുവാവും തമ്മിലായിരുന്നു കൊച്ചി വിവാഹം എറണാകുളത്തുകാരാണ് അവർ. ആയിരുന്നു. അപ്പോൾ ഈ യുവാവ് അത്യാവശ്യം സാമ്പത്തിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലേതാണ്. അപ്പോൾ അത്തരത്തിൽ കല്യാണം ഉറപ്പിച്ചു. വധുവിന് 4 പവനോളം വരുന്ന മാല അന്ന് കൊടുത്തു. അതുകൂടാണ്ട് കുടുംബത്തിന് പല ആവശ്യം പറഞ്ഞ് അവരിതുപോലെ കാശും വാങ്ങിയെടുത്തു. എന്നിട്ട് ഈ കല്യാണത്തിനോട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് പെണ്ണ് ഒളിച്ചോടി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം സാധാരണ നമ്മുടെ ഈ ഒളിച്ചോട്ട് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പൊതുവെ ഒരു ആണുങ്ങളാണ് അവിടെ ഇരയാക്കപ്പെടുന്നതെങ്കിൽ ഒരു കോമഡി ആയിട്ടായിരിക്കും പലരും ആ വാർത്ത കോമാളിയായി നമ്മുടെ കുഞ്ഞിരാമായണ സിനിമയുണ്ടല്ലോ, ഓർമ്മയുണ്ട? അതിൽ പല 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 സമയത്ത് ഈ കല്യാണം കഴിക്കാൻ ഇറങ്ങുന്ന കുഞ്ഞിരാമൻ സംഭവിക്കുന്ന ദുരന്തം ഉണ്ടല്ലോ. ഈ ഇത്തരത്തിൽ ദുരന്തം ഏറ്റുവാങ്ങുന്ന കുഞ്ഞിരാമന്മാർ നാട്ടിൻപുറങ്ങളിലൊക്കെ പല ഇഷ്ടംപോലെ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആണുങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്കും അവരൊരു കോമാളി കഥാപാത്രങ്ങളായി മാറുകയും നേരെ മറിച്ച് പെണ്ണുങ്ങളാണ് ഇത്തരത്തിൽ അവർ അവസ്ഥ നേരിടുന്നതെങ്കിൽ എന്താണ് അവർ ഇരയാണ് എന്നുള്ള രീതിയിലത്തേക്ക് അത്തരത്തിലൊരു ഒരു അന്തരീക്ഷം നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹം ഇതുപോലെ. അത് എന്താണ് സംഭവിച്ചത് ആദ്യത്തോടെ ഞാൻ ചോദിച്ചിട്ടില്ല. കല്യാണം തലേ ദിവസമാണ് പറയുന്നത് കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു എന്നെനിക്ക് മെസ്സേജ് വന്നു. അപ്പോൾ നമ്മൾ എന്താണ് സംഭവിച്ചത് എനിക്കിപ്പോഴും അറിയില്ല. ഇതുപോലെ എന്തോ സംഭവിച്ചു. തലേ ദിവസമാണ് നമ്മൾ ഓർക്കണം. എനിക്ക് ഇവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ ട്രെയിനിൽ യാത്ര എത്തേണ്ട ഒരു സ്ഥലത്ത് നടത്തേണ്ടിരുന്ന കല്യാണം തലേ ദിവസം മാറ്റി വെച്ചു എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. ഏതായാലും ഇങ്ങനത്തെ സംഭവം ആയിരിക്കാൻ സാധ്യതയില്ല, എന്തോ പറ്റി. ഏതായാലും ഇത് ഒരു കല്യാണത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഇമാതിരി പറ്റിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഏത് വിഷയത്തിലാണെങ്കിലും ഇപ്പം കല്യാണം, കുടുംബം, അതുപോലെ നമ്മൾ ഓരോ വിഷയം നോക്കിയാൽ നമ്മൾ ഈ ആണുങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു വിഷയം വരുമ്പോഴത്തേക്കും അവിടെ പലപ്പോഴും അതൊരു കോമഡി മാത്രമായിട്ടേ സമൂഹം കാണാറുള്ളൂ. ഇപ്പൊ മാത്രമല്ല ചില സ്ഥലങ്ങളിൽ കല്യാണത്തിന് ഇവർ അറിയാൻ പാടില്ല. ഇവർ നേരെ ചെറുക്കനും സംഘം പെണ്ണിൻ്റെ വീട്ടിലെത്തുമ്പോഴായിരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ ഹാളിലെത്തുമ്പോഴായിരിക്കും അറിയുന്നത് പെണ്ണ് ഒളിച്ചോടി പോയത്. അപ്പോൾ അവിടെ പരിഹാസ കഥാപാത്രമാവുന്നത് ഈ ചെറുക്കനാണ്, തീർച്ചയായും വരനാണ്. വന്നിരിക്കുന്നവരുടെ മുമ്പിൽ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ ഉണ്ടാകും. അതെ അതെ. അതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആരും മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ഒരു പെണ്ണാണെങ്കിൽ അവർ ഈ വിഷമം കേൾക്കാൻ ഒരു 100 പേര് കാണും, ആശ്വസിപ്പിക്കാൻ ഒരു 1000 പേര് കാണും. അങ്ങനെ പല കണ്ടീഷനിലുണ്ട്. നമ്മൾ ഇത് മാറ്റി കഴിഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞ ഒരാളുടെ അവസ്ഥ നോക്കിയെന്നിരിക്കുക. ഇപ്പം ഭാര്യ വീട്ടിൽ നിന്ന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പുരുഷൻ പറഞ്ഞാൽ അവനെ എന്ത് പറയും? പെൺകോന്തൻ, കോമാളി, നട്ടലില്ലാത്തവൻ, ഇങ്ങനെ ഒരു ചാപ്പ കുത്തി അവനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ ആണുങ്ങൾ തന്നെ കേസ് കൊടുത്തു. അപ്പം അത് ഞാൻ പറയാം, അത് അത്തരത്തിൽ ആ ഒരു യുവാവ് അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള വാശിയിലാണ് മുമ്പോട്ട് പോയത്. നിയമപാലകർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 2 വർഷത്തിന് ശേഷമാണ് കേസ്. അത് കോടതി നിർദ്ദേശപ്രകാരം മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് ഇവിടെ ഈ ആണുങ്ങളുടെ കാര്യം വരുമ്പോൾ നീതി കിട്ടുന്നതിൽ ഒരു ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ പറയുന്ന പോലെ. അപ്പം ഇവിടെ ഈ യുവാവ് പക്ഷെ വെറുതെ വിടാനല്ല ഉദ്ദേശിച്ചത്. ഈ കൊടുത്തിരിക്കുന്ന പണത്തിന്റെ കണക്ക്, അതുപോലെ ഓഡിറ്റോറിയത്തിൻ്റെത്, ഭക്ഷണത്തിൻ്റെത്, അങ്ങനെ ചെലവായി 8 ലക്ഷത്തോളം രൂപയുടെ ഒരു കണക്കുണ്ടാക്കി അത് സഹിതമാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. അപ്പം നിലവിലപ്പോൾ ഇതും പ്രകാരം ഓർക്കണം 2 വർഷത്തോളം ഇതിന്റെ പുറകെ തന്നെ അദ്ദേഹം നടന്നു. അതെ, വക്കീലിനെയും കേസും കോടതിയും പോലീസും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ. അതെ. അപ്പം അതും പ്രകാരം ഇപ്പം അവസാനം കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. യുവാവിന്റെ പരാതി പ്രകാരം പോലീസിന് കേസെടുക്കാം. അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പം ഇനി പെങ്കൊച്ച് വരണം, അവളെ അച്ഛനമ്മ ഉണ്ടെങ്കിൽ അവർ വരണം, ഈ കെട്ടിക്കൊണ്ട് ഒളിച്ചോടി പോയ പുതിയ ഭർത്താവ് വരണം, എല്ലാവരും അവിടെ നിൽക്കേണ്ടി വരും. ഇപ്പൊ അവരെല്ലാവരും തന്നെ പ്രതികളാണ്. 1-ാം പ്രതി എന്ന് പറയുന്നത് ആ പെൺകുട്ടിയാണ്. അച്ഛനും അമ്മയും 2-3 പ്രതികളും അന്നത്തെ കാമുകൻ, അതായത് ഇപ്പോഴത്തെ ഭർത്താവ് 4-ാം പ്രതിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളത് ചിന്തിക്കണം. ഈ കേസെടുക്കാൻ പോലും ഒരു ഇവിടെ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോഴും അതൊരു വിചിത്രമാണ്. ഇത് എൻ്റെ ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്താണ്, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത്, PT ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരിക്കൽ തിരുവനന്തപുരത്ത് സ്റ്റാച്യൂലുള്ള ഒരു ട്യൂട്ടേഴ്സിലാണ് റോഡ്, ഹിന്ദുവിൻ്റെ ഓഫീസൊക്കെ മുമ്പുണ്ടായിരുന്നു. അതിലെ നടന്നു വരും. ഞാൻ എൻ്റെ സുഹൃത്ത് നടന്നു വരുമ്പോൾ
പെട്ടെന്ന് കുറേ വടി വാളെന്തൊക്കെ കുറേ ആയുധങ്ങൾ കുറേ പേര് ഇങ്ങനെ ഓടി അങ്ങ് പോകുന്നു. അങ്ങനെ ഓടി അങ്ങ് പോയി അവർ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഒരു പിടി കിട്ടി. അവരങ്ങ് പോയി. എന്ത് ഗുണ്ടകളാ എന്തോ ആണെന്നാണ്. അപ്പോൾ ഏതാണ്ട് ഇവരങ്ങ് ഓടി രക്ഷപ്പെട്ടതിന് ശേഷം കുറച്ച് പേര് പുറകെ ഓടി നിന്ന് അപ്പം ഇങ്ങോട്ട് പോയവരെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് ഓടി വരുന്നുണ്ട്. അവരങ്ങനെ രക്ഷപ്പെട്ടു. വല്ല വണ്ടി അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതെന്താ സംഭവം? അവസാനം ആ കൂട്ടത്തിൽ നിന്ന് ഒരാളിനെ വിളിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ് സംഭവം. ഒരു പാവപ്പെട്ടവനെ ഈ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞ് അവനെ പറ്റിച്ച് അവൻ്റെ പൈസയും തട്ടിയെടുത്ത് അവനെ പരമാവധി ചൂഷണം ചെയ്ത് എല്ലാം എടുത്തിട്ട് അവനോട് പോലും പറയാതെ ഇവൾ വേറത്തിൻ്റെ കല്യാണം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നത് വേറെ കാമൂനം ഉണ്ടായിരുന്ന അവനാണോ എന്താണെന്നറിയില്ല, എന്തായാലും കല്യാണമാണോ. അത് ആ ഭാഗത്തുള്ള ഒരു ചെറിയൊരു മണ്ഡപത്തിൽ വെച്ചാണ് ആ കല്യാണം നടന്നത്. കല്യാണം കലക്കാൻ വന്നതാണ് ഞാൻ നേരത്തെ കണ്ട ഈ ഓടിപ്പോകുന്ന ഈ ആയുധം കൊണ്ട് നിൽക്കുന്ന കക്ഷികൾ. കല്യാണം കലക്കി വരും. കല്യാണം കലക്കി കല്യാണ പെണ്ണിനും ചെറുക്കനും എല്ലാം പിന്നെ തല്ല് കിട്ടി എന്നാണ് ഈ കൂടെ പുറകെ നിന്ന് ഓടിയുന്ന നാട്ടുകാരെ അയാൾ പറഞ്ഞത്. ഇത്രയും വർഷം 2-3 പതിറ്റാണ്ടായില്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കണേ ഈ പരിപാടി പണ്ടുമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ പലരും പിന്നെ അന്ന് പണ്ടത്തൊക്കെ പല ആണുങ്ങളും പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിവ്. ദുഃഖഗാനം പാടി പഴയ സിനിമാ പാട്ടിലും പാടി അവിടെ ഇരിക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ നല്ല ധൈര്യമായിട്ട് നിയമത്തിൻ്റെ മുന്നിലേക്ക് പോവുകയും ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണം. അങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു ഇതുണ്ട്. അവർ അവശകാമുകൻ എന്നൊക്കെ രീതിയിൽ പിന്നെ വരും. അതായത് അവൻ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവനൊരു പരിഹാസ. അതാണ് പല ആണുങ്ങളെ ഇതിൽ നിന്ന് പുറകോട്ടടിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഈ യുവാവ് ചെയ്ത എന്തുകൊണ്ടായാലും അത് മികച്ചൊരു മാതൃക എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മികച്ച മാതൃകയാണ്. അത് എല്ലാവരും അത് സ്വീകരിക്കണം. ഇനിയുള്ള പുതിയ തലമുറയിൽ വരുന്ന ഇപ്പം കല്യാണങ്ങൾ പോലും അങ്ങനെ ഒരു കൺവെൻഷണൽ കല്യാണങ്ങൾ പൊതുവെ കുറവാണ്. അവർ വളരെ ലഘുവായ രീതിയിൽ കല്യാണം നടത്തുന്നതാണ് ഇപ്പോൾ ഒരു രീതി. മറ്റവരും ഉണ്ട് എങ്കിൽ പോലും. പക്ഷേ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് നിർബന്ധമായി അവർ നിയമവശം തേടണം. അതിന് ആണാലും പെണ്ണാലും ചിലപ്പോൾ തിരിച്ച് സംഭവിക്കാം. ആണുങ്ങൾ ഇതുപോലെ ചെയ്യുന്നവന്മാരുണ്ടായിരിക്കാം. അല്ല, അവിടെയാണ് ആണുങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഉത്തരവ് കേസ് എടുക്കാൻ അവിടെ ഒട്ടും വൈകുന്നില്ലല്ലോ. അവൻ്റെ പേരിൽ പീഡനം ഉൾപ്പെടെയുള്ള 46 കേസ് അവൻ്റെ പേരിൽ വരും. ഇവിടെ എന്തുകൊണ്ട് 2 വർഷം പുറകെ നടന്നില്ലായിരുന്നെങ്കിൽ ആ യുവാവിന് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. അതും ഒരു മറു ചോദ്യം. ഇത് കഴിഞ്ഞിട്ട് ഇനി ആ യുവാവിന് നീതി കിട്ടുമോ എന്നൊരു ചോദ്യം ബാക്കി കിടക്കുക. എന്തായാലും കോടതി ഉത്തരവിട്ട് പോലീസ് കേസ് അന്വേഷിക്കുന്ന സ്ഥിതിക്ക് അതിന് ശരിയായ ദിശയിൽ കോടതിയുടെ ഒരു ഇതുണ്ടല്ലോ, നിർദ്ദേശം ഉണ്ടല്ലോ. അപ്പോൾ ഇനി പോലീസുകാരെന്തെങ്കിലും പഴയ പണി കാണിക്കുകയാണെങ്കിൽ അവർ കോടതി സമീപിക്കാം. ആ ചെറുപ്പക്കാരൻ അയാളെ വീട്ടുകാർക്കും. അപ്പോൾ അവർക്കുണ്ടായ അപമാനം, ഈ പിന്നെ ബാക്കി ചിലവ്, പൈസ ചിലവ്, ഇവർ തട്ടിയെടുത്ത പണം, ഇതെല്ലാം കൂടെ ചേർത്ത് ഇതൊരു ശരിക്കും ഒരു വലിയ കറക്കം തന്നെയായിരുന്നിരിക്കും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ, ഈ കിട്ടിയവനെ. അല്ല, ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഈ പെൺകുട്ടിക്ക് മറ്റൊരാളായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു വിവാഹം നടത്തിയത്. ഓ, അങ്ങനെ സംഭവിച്ചതാണ്. ഇത് അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ. അപ്പം പറഞ്ഞിട്ടില്ല. സമയമായപ്പം കൈ കിട്ടിയ സാധനം എടുത്തോണ്ട് ഓടി. അതെ, അങ്ങനെയാണ് ഇവിടെ നടന്നത്. അല്ല, ഇതൊക്കെ വളരെ രസകരമാണ്. മെർച്ചൻ്റ് ഓഫ് വെനീസിൽ ഷൈലോക്ക് ആണല്ലേ ഒരു വലിയ കൊള്ളപ്പലിശക്കാരനാണല്ലോ കഥാപാത്രം. അയാളുടെ മകൾ ഇതുപോലെ വീട്ടിൽ നിന്ന് അവളെ കാമുനായിട്ട് ഒളിച്ചോടുന്നത് എങ്ങനെ? ഈ അച്ഛൻ ഈ പലിശയ്ക്ക് കൊടുത്ത് എല്ലാം സമ്പാദിച്ചിട്ട് സ്വർണവും പണവും എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഒളിച്ചോടുകയാണ്. അപ്പോൾ ഇവൾ വീട്ടിൻ്റെ മുകളിൽ തട്ടി നിന്നുകൊണ്ട് താഴെ കാവുമെന്ന് നിൽക്കുകയാണ് രാത്രി. ഈ സമ്പാദ്യം മുഴുവൻ വലിയൊരു പൊതിയായിട്ട് താഴോട്ടങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. ഇത് വലിയ വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇറ്റ്സ് എ കംഫർട്ടബിൾ വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. സുഖമുള്ള ഭാരമാണ് ഇത്. മുഴുവൻ സ്വർണവും പണവും എല്ലാം ഇരിക്കുന്ന സാധനം. അതുപോലത്തെ കംഫർട്ടബിൾ വെയിറ്റുകളാണ് നമ്മുടെ നാട്ടിൽ പണ്ടത്തുള്ളത്. അതിൻ്റെ വേറെ പതിപ്പാണ് ഇതൊക്കെ. ഇവിടെ ഈ ഒരു പക്ഷേ ഇതിൽ ഇനി ന്യായീകരിക്കപ്പെടാൻ പോകുന്ന ഒരു വശമുണ്ട്. ഈ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ട് വീട്ടുകാർ ചെയ്തുകൊണ്ട് വീട്ടുകാരാണ് കുഴപ്പക്കാര്, പെൺകുട്ടി കുഴപ്പമല്ല എന്നുള്ള രീതിയിൽ ചില ആളുകൾ അതിനെ അവരുടേതായ രീതി വ്യാഖ്യാനിച്ചെടുക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ ചെറുക്കനോട് നേരിട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ വഞ്ചിക്കപ്പെട്ട കാലമല്ലേ. ഞാനെ വിളിച്ച് പറഞ്ഞാൽ പോലെ എനിക്ക് വേറെ ആളെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ തീർന്നാവാൻ്റെ വഴിക്ക് പോകും. മാത്രമല്ല, ഒരാളെ ചതിക്കുന്നതിൽ അത്തരത്തിൽ ഒരു ന്യായീകരണം അവിടെ ഒരു തരത്തിലും നീതി അറിയില്ല. അവൻ്റെ സ്വർണം വാങ്ങിച്ചപ്പോഴും പണം പൊടിങ്ങിയപ്പോഴും ഇതൊന്നും ചിന്തിച്ചില്ലായിരുന്നു. അതൊരു മനുഷ്യനല്ലേ എന്തായാലും അവൻ്റെ തല പറ്റിക്കാന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സ്ത്രീയെ കാണിച്ച് പറ്റിക്കാന്ന് പറഞ്ഞാൽ ഇത് വൃത്തികേടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെറും വൃത്തികെട്ട പരിപാടിയാണ് അവർ കാണിച്ചത്. അതുകൊണ്ട് ഈ കുട്ടിയെ മാത്രമല്ല, ഈ കുട്ടിയെ വീട്ടുകാരെയും കണക്കിന് ശിക്ഷ കോടതി കൊടുക്കണം, പോലീസ് കേസെടുക്കണം. ഇനിയെങ്കിലും ഇതുപോലത്തെ ഈ തട്ടിപ്പായിരുന്നു ഇത് ഇവരെത്ര പേര് പത്രം വായിക്കുമെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വാർത്തകളൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇതൊരു നല്ല വാർത്തയാണ്. നമ്മുടെ നാട്ടിലെ തന്നെ മെൻസ് അസോസിയേഷനൊക്കെ ഉള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവർ ചെയ്യുന്ന കോമാളിത്തരം അംഗീകരിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വ്യാപകമായി എല്ലാവരിലും എത്തിക്കാനാണ് ഈ വാർത്ത ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.